ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം നമുക്കറിയാം ഇനി ഒരു ദിവസം കൂടി ബാക്കിയേ ഉള്ളൂ. ആരാണ് വിന്നറാവാൻ പോകുന്നതെന്ന് ഒരുപാട് പേരെ നമുക്ക് ഒത്തിരി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാനവാസ് വിന്നർ ആകണം എന്നാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് അതുകൊണ്ടല്ല, എനിക്ക് ആദ്യം മുതൽക്ക് എനിക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. അനീഷിനെ ഇഷ്ടമായിരുന്നു, അനുമോളിനെ ഇഷ്ടമാണ്, അക്ബറിനെ ഇഷ്ടമാണ്, ആദ്യം മുതൽക്കേ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വേർഡെന്ന് പറയുന്നത് PR എന്ന് പറയുന്നൊരു വേർഡാണ്. ഈ PR എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അനുമോളുടെ ഒരു പിക്ചറാണ്. അപ്പം ജനവിധിയാണോ അതോ കാശ് കൊടുത്ത് മേടിച്ച് വോട്ടിടുന്ന ഒരു സംഭവമാണോ ഈ ബിഗ് ബോസിൽ വിജയിക്കാനുള്ളൊരു ക്രൈറ്റീരിയ ആയിട്ടിപ്പം ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ബിക്കോസ് കഷ്ടപ്പെട്ട് ഗെയിമൊക്കെ കളിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു മൈൻഡ് ഗെയിം സെറ്റാക്കി ഒരു സ്ട്രാറ്റജി പിടിച്ചൊക്കെ വരുന്ന ആൾക്കാർക്ക് യാതൊരു വിലയുമില്ലാതെ പുറത്ത് PR കൊടുത്ത് 10ഉം 12ഉം 16ഉം ലക്ഷം കൊടുത്ത് PR കൊടുത്ത് ബിഗ് ബോസിൽ കയറിയ ഒരാൾക്കാണോ വിന്നർ ആവേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് PRകളുടെ കളികളുണ്ടെന്ന്, ആരായിരിക്കും ഫസ്റ്റ് ആരായിരിക്കും സെക്കൻഡ് എന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും പെടാതെ എല്ലാവരും, പക്ഷേ എല്ലാവരുടെയും PRകൾ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ PR ഉണ്ട് എന്ന്. എന്നാൽ ഇതുവരെ എവിടെയും ഇപ്പം 98 ദിവസമായി അല്ലേ, ഇവിടെ വരെ എവിടെയും PR കൊടുത്ത ആളിനെ എക്സ്പോസ് ചെയ്യുകയോ ഒന്നും ഒരാൾക്കാരും എക്സ്പോസ് ചെയ്തിട്ടില്ല. അതായത് അക്ബറിൻ്റെ PR 10 ലക്ഷമാണെന്നുള്ളത് ഇപ്പോൾ ഒരു എക്സ്പോസ് ചെയ്ത് കുറേ വീഡിയോസ് വരുന്നുണ്ട്. അനുമോളുടെ PR ഓൾറെഡി വിവാദമായതാണ്, വിനുവിൻ്റെ ആണ് കൊടുത്തതെന്ന്. അപ്പം എനിവേ ഷാനവാസിന് ഒരു PR ഉണ്ടെന്നോ കാശ് മുടക്കിയാണ് ഷാനവാസ് ബിഗ് ബോസിൽ കയറിയെന്നോ എന്ന് പറയുന്ന ഒരു എക്സ്പോസിങ് വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പേരോ തന്നെ ഇല്ല. അപ്പം ഷാനവാസിന് നല്ല എന്താ പറയുക ഫാൻസുകളുണ്ട്. അത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഫാൻസുകളുണ്ട്. PRകളുടെ ഇടയ്ക്കിൽ മുങ്ങിപ്പോകുന്നതാണ് ആ ഫാൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടും യോഗ്യത എന്നുള്ളത് PRകളില്ലാത്ത ഫാൻസുകളുള്ള ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ടൊന്നും ബിഗ് ബോസിൻ്റെ വിന്നർ ആവണം എന്നൊന്നുമില്ല. പക്ഷേ മാക്സിമം എപ്പോഴും നമ്മൾ തന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് തന്നെ വോട്ട് കിട്ടാനായിട്ടും, ഷാനവാസ് തന്നെ വിന്നർ ആവാനായിട്ടും, ഷാനവാസ് തന്നെ കപ്പടിക്കാനായിട്ടും. പക്ഷേ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് നമുക്കറിയാം. പിന്നെ പല കാര്യങ്ങളിലും ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഷാനവാസ് സംസാരിക്കുന്നത് ക്ലിയർ കട്ടായിട്ടാണ്. എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഷാനവാസിനുമായിട്ട് ഫാനാവുന്നതിന് മുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് കണ്ട് ഇഷ്ടമായ ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ആൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആളുടെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് വിചാരിക്കുന്നില്ല. ആൾ അങ്ങനത്തെ ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ആദില നൂറ എന്ന് പറയുന്ന 2 വിഷയങ്ങളെ എടുത്ത് തലയിൽ വെച്ചത് വലിയൊരു മിസ്റ്റേക്കാണ്, വലിയൊരു നെഗറ്റീവാണ്. പക്ഷേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് നമുക്ക് ഈ ഉള്ളിലുള്ളവർക്ക് അറിയില്ല അവിടുത്തെ മാനസികം. നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരും എവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെയാണ് കുറ്റം പറയുന്നതെന്ന് നമുക്ക് നല്ല മനസ്സിലാവും. ഈവൻ ആദില ഇന്നലെ എവിക്റ്റായി പോയപ്പോഴത്തേക്കും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ബോംബ് പൊട്ടുമ്പം റെഡ് ആവണം. പക്ഷേ ഇൻഡയറക്റ്റ്ലി ബിഗ് ബോസ് നമുക്ക് വേണമെങ്കിൽ പറയാം മനസ്സിൻ്റെ ദുഷിപ്പാണ് ആ റെഡായിട്ട് വന്നത്, അതുകൊണ്ടാണ് ആദിലയ്ക്ക് അങ്ങനൊരു പണിയുടെ കാര്യം കൊടുത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദില ഔട്ടായതിനു ശേഷം അഞ്ജന നമ്പീരുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പോലും ഷാനവാസിനെയും അനുമോളിനെയും പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അനുമോളിനെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ PRകളുടെ ഇത് ഉള്ളത് കൊണ്ട് മാത്രം വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അനുമോൾ ഈസ് ഓക്കെ. അനുമോളിനെയും ഷാനവാസിനെയും ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ നൂറയും ആദിലയും. അനുമോളിനെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് പട്ടായ ഗേൾസ്, ശൈത്യ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പം നമുക്ക് ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റാണ് എന്ന വേർഡ് വീണ്ടും എടുത്തിട്ടു. അവൾക്ക് ശരിക്കും ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അവൾക്ക് എന്തുമാത്രം സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും വരും എന്ന് ഒരുപാട് വരും. ബിക്കോസ് ഹനുമോളെയും വെറുപ്പിച്ചിട്ടുണ്ട്, ഷാനവാസിനെയും വെറുപ്പിച്ചിട്ടുണ്ട്, ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്.
അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചത്? എല്ലാവരും അകറ്റി നിന്നപ്പോഴും അവരെ ചേർത്ത് പിടിച്ച് പെങ്ങന്മാരെ പോലെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് ഷാനവാസ്. ആ ഷാനവാസിനെ അതായത് പോകാൻ നേരം പോലും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കോൺവേഴ്സേഷൻസ് അവർ തമ്മിലുണ്ടായിട്ടില്ല. എന്നിട്ടും ഷാനവാസ് അവിടെ ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം പാതിരാത്രി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഒരു 3 or 3:30 ആ ടൈമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, നൂറ വന്നൊരു സോഫയിൽ കിടന്നിട്ട് പറയുന്നുണ്ട്, ബേബി എന്നെ എല്ലാവരും ചോദിച്ചു ഞാൻ ഓക്കെ ആണോ എന്ന്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ അനുമോളും ഷാനവാസിക്കും എന്നോട് ചോദിച്ചില്ല. എങ്ങനെ ചോദിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നിന്നോടൊക്കെ എങ്ങനെ ചോദിക്കും വന്നിട്ട്? കാരണം നിന്നോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് തിരിച്ച് നീയൊക്കെ തന്നെ കൊടുക്കും, അല്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് ആദിലയും ശൈത്യ കട്ടപ്പയായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആദിലിനെ പറ്റി സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇതുപോലൊരു വിഷം തുപ്പുന്ന ഒരു ജന്തു എന്ന് നമ്മൾ സംസാരിക്കത്തില്ലേ, അതേപോലൊരു സംഭവമാണ് ആദിലയുടെ കേസ് എന്ന് പറയുന്നത്. അപ്പം PR-കളില്ലായിരുന്നുവെങ്കിൽ ഷാനവാസ് എന്തായാലും വിന്നറായേനെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മളൊന്നും ഹോപ്പ് കളയണ്ട, ഹോപ്പ് എപ്പോഴും വെക്കുക, മാക്സിമം വോട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ട്രൂ ആയിട്ടുള്ള കുറച്ച് ഫാൻസുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ, നീ PR അല്ലേ? അപ്പോൾ ഞാൻ അതിനുള്ള നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. യെസ്, എനിക്ക് ഷാനവാസിക്ക് ഒരു 20 ലക്ഷം തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊക്കെ ഒരു ട്രൂ ഫാനാണ് ഇപ്പോൾ നിലവിൽ, ഒരു ട്രൂ ഫാനാണ്, PR എന്നല്ല. എനിക്ക് പറയാനുള്ളത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾക്ക് എന്താണ് ആ മനുഷ്യനെ പറ്റി തോന്നിയത്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഷാനവാസിക്ക എന്ന് പറയുന്നൊരു പ്യുവർ സോളാണ്, ജെനുവിനാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും, പല യൂട്യൂബേഴ്സും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഷാനവാസിക്കയുടെ ഭാഗത്ത് നിന്നും വന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ്. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു ഫാനാണോ എന്ന് കരുതിയിട്ട് ഷാനവാസിക്ക ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്ന് പറയത്തില്ല. പക്ഷേ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ചില മിസ്റ്റേക്സ്. പക്ഷേ ആൾ സോറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഷാനവാസിക്ക വിന്നറാകും എന്ന് തന്നെ മാക്സിമം നമുക്ക് ശ്രമിക്കാം. മാക്സിമം ആൾക്കാർ ഈ പോളൊന്നും നോക്കാതെ തന്നെ എന്താ പറയുക, ഒരു അനാലിസിസ് മാത്രമാണ് പോൾ. അൺഒഫീഷ്യലിലും വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഹോട്ട്സ്റ്റാറിൽ മാക്സിമം വോട്ട്സ് കൊടുത്ത് ജെനുവിനായിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്താ പറയുക, ജയിപ്പിക്കാം. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ തന്നെ കുറേ പേര് അക്ബർ ജെനുവിനാണ്, അക്ബറിൻ്റെ PR-കൾ ഒരുപാട് വന്ന് അക്ബറിനെ വെളുപ്പിക്കുന്നുണ്ട്. പക്ഷേ കണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം അക്ബറിന് എവിടെയായിരുന്നു തെറ്റുപറ്റിയെന്ന്. അക്ബർ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ആ സംഭവത്തിന് ശേഷം അക്ബറിന് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതാണ് രേണു സുധിക്ക് പോസിറ്റീവ് ആകാനും അക്ബറിന് നെഗറ്റീവ് ആകാൻ വന്നത് മെയിൻലി. രേണു സുധി PR ഒന്നും കൊടുത്ത് കയറിയ ആളല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് തന്നെ വോട്ട് ചെയ്യുക, ഷാനവാസിക്കനെ ജയിപ്പിക്കുക. അത്രയാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്.